ലേറ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയാണ് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ആർട്ടിക്കിൾ ക്ലാസിന്റെ ഡിഫോൾട്ട് ഫോണ്ട് സൈസ് 10 പോയിന്റ് ആണ്. 10 പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തിട്ട് 11 പോയിന്റോ 9 പോയിന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 12 പോയിന്റോ 20 പോയിന്റോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. എങ്ങനെയാണ് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തേത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലാസിന്റെ ഓപ്ഷനായിട്ട് ക്ലാസിന്റെ അഡീഷണൽ പാരാമീറ്റർ ആയിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഫോണ്ട് സൈസ് നമുക്ക് കൊടുക്കാം. മറ്റ് പാരാമീറ്റേഴ്സ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഫോണ്ട് സൈസ് കൊടുക്കാം. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 10 പോയിന്റ് 11 പോയിന്റും 12 പോയിന്റും ആണ്. 10 പോയിന്റ് ഓൾറെഡി ഡിഫോൾട്ട് സൈസ് ആണ്. സോ നമ്മൾ 11 പോയിന്റ് അല്ലെങ്കിൽ 12 പോയിന്റ് വേണമെങ്കിൽ ആ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് 11 പോയിന്റ് അല്ലെങ്കിൽ 12 പോയിന്റ് എന്ന് കൊടുത്താൽ മതി. വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് മറ്റ് പാരാമീറ്റേഴ്സ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നതിനകത്ത് നമുക്ക് ഫോണ്ട് ആകെ കൊടുക്കാൻ പറ്റുന്ന 10 പോയിന്റും 11 പോയിന്റ് 12 പോയിന്റ് സൈസസ് മാത്രമേ പറ്റുള്ളൂ. അതിൽ 10 പോയിന്റ് ഡിഫോൾട്ട് ആണ്, നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇടും. വേറെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് നോക്കാം. നമുക്ക് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാം. ഈ 3 ഫോണ്ട് സൈസ് അല്ലാതെ വേറൊരു ഫോണ്ട് സൈസ് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, എക്സ്ട്രാ സൈസ് ഉള്ള ഫോണ്ടാണ് നമുക്ക് വേണ്ടെങ്കിൽ, ഈ 3 അല്ലാത്തതാണെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ഉണ്ട്, ext ആർട്ടിക്കിൾ. ext ആർട്ടിക്കിൾ എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിക്കുക. റിപ്പോർട്ട് ആണെങ്കിൽ ext റിപ്പോർട്ട് എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് അവിടെ ഫോണ്ട് സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നോക്കി, നമ്മൾ ഡോക്യുമെന്റ് ക്ലാസ് 20 പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഉപയോഗിച്ചിരിക്കുന്ന ക്ലാസ് ഏതാണ്? ext ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ക്ലാസ്സിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് 10, 11, 12 ഇത്ര മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഡിഫോൾട്ട് 10 പോയിന്റ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് നമുക്ക് 11 പോയിന്റ് 12 പോയിന്റ് കൊടുക്കാം. ext ആർട്ടിക്കിൾ എന്ന് പറയുന്ന ക്ലാസ് അല്ലെങ്കിൽ ext റിപ്പോർട്ട് എന്ന് പറയുന്ന ക്ലാസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഫോണ്ട് സൈസ് 8 പോയിന്റ് 9 പോയിന്റ് 10 പോയിന്റ് 11 പോയിന്റ് 12 പോയിന്റ് 14 പോയിന്റ് 17 പോയിന്റ് ആൻഡ് 20 പോയിന്റ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് വേറൊരു ഓപ്ഷൻ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആർട്ടിക്കിൾ ക്ലാസ് ആണെങ്കിൽ 10, 11, 12 മാത്രം. ext ആർട്ടിക്കിൾ അല്ലെങ്കിൽ ext റിപ്പോർട്ട് ആണെങ്കിൽ നമുക്ക് 8 പോയിന്റ് തൊട്ട് 20 പോയിന്റ് വരെ, അതിലെല്ലാം അവൈലബിൾ ഉള്ള 8, 9, 10, 11, 12, 14, 17 ആൻഡ് 20 പോയിന്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊരു ഓപ്ഷൻ ആണ്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അപ്പൊ ഇങ്ങനെ നമ്മൾ 20 പോയിന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്ലോബൽ ആണ് സെറ്റിംഗ്, ആ ഡോക്യുമെന്റിനെ മുഴുവൻ എഫക്ട് ചെയ്യുന്നതാണ്. വേറെ എന്താണ് ഓപ്ഷനിൽ? നമുക്ക് ചെറിയ ഒരു പാരഗ്രാഫിനകത്ത് ഒരു പർട്ടിക്കുലർ വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്യണം, ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യണം. നമ്മൾ അതിനെ ലോക്കൽ ആയിട്ട് ചേഞ്ച് ചെയ്യണം. ഗ്ലോബലും ലോക്കൽ. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ മൊത്തം സെറ്റിംഗ് ആണ്, എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ടുള്ള സെറ്റിംഗ്സ് നമ്മൾ കൊടുക്കുന്നതിന് ഗ്ലോബൽ സെറ്റിംഗ്സ് എന്ന് വിളിക്കും. ലോക്കൽ ആയിട്ട് നമുക്കൊരു വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ നമുക്ക് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറെ കമാൻഡുകൾ ഉണ്ട്. ടൈനി, സ്ക്രിപ്റ്റ് സൈസ്, ഫുട് നോട്ട് സൈസ്, സ്മോൾ, നോർമൽ സൈസ്, ലാർജ് തന്നെ 2 രീതിയിൽ കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് 3 രീതിയിൽ കൊടുക്കാവുന്നതാണ്. ലാർജ്, അതുപോലെ ഹ്യൂജ് 2 രീതിയിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓരോന്നിന്റെയും ഫോണ്ട് സൈസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ക്യാപിറ്റൽ H, സ്മോൾ u, GE ആണെങ്കിൽ 24.88 പോയിന്റ് ആണ്. അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ലാർജ് ആണെങ്കിൽ 17.28 പോയിന്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ ലോക്കലി ഫോണ്ട് സൈസ് സെറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട പാരഗ്രാഫിനകത്ത് അല്ലെങ്കിൽ സെന്റൻസിനകത്ത് ലോക്കലി കൊടുക്കുന്ന സെറ്റിംഗ്സ് മുഴുവൻ, മീൻസ് കമാൻഡ്സ് മുഴുവൻ കേളി ബ്രേസസിനകത്ത് കൊടുക്കുക. അപ്പൊ കേളി ബ്രേസിനകത്ത് ഞാൻ ചേഞ്ച് ഫോണ്ട് സൈസ് ലോക്കലി എന്നുള്ളതിന് മാത്രമായിട്ട് ലാർജ് കൊടുത്തിരിക്കുകയാണ്. ലാർജ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കേളി ബ്രേസിനകത്ത് ലാർജ് എന്ന് പറയുന്ന കമാൻഡ് ചേഞ്ച് ഫോണ്ട് സൈസ് ലോക്കലി. അപ്പോൾ ഈ വെൽക്കം ടു മാസ്റ്റർ ലേറ്റർ ക്ലാസ്സസ് ഈ മുഴുവൻ ഈ പാരഗ്രാഫിനകത്ത് ലാർജ് സൈസ്, അതായത് 17.28 എന്ന് പറയുന്ന സൈസ് വരുന്ന ഏതിന് മാത്രമാണ്? ചേഞ്ച് ഫോണ്ട് സൈസ് ലോക്കലി എന്ന് പറഞ്ഞിരിക്കുന്ന അത്രയും വേർഡ്സിന് മാത്രമാണ് ലാർജ് സൈസ് വരിക. അപ്പൊ ലോക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കേളി ബ്രേസിനകത്ത് ചെയ്യുക. കേളി ബ്രേസിനകത്ത് ലാർജ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സിന്റാക്സ് ഇതാണ്. ലാർജ്, നമുക്ക് എവിടെയാണോ ടെക്സ്റ്റ് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ ലാർജ് എന്ന് കൊടുത്ത് അത് കേളി ബ്രേസിനകത്തിട്ട്, സോ ആ ലാർജ് കമാൻഡ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഇത്രയും, ആ കേളി ബ്രേസിനകത്തുള്ളതിന് മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്.
ലോക്കലായിട്ട്. അപ്പോൾ നമുക്ക് ഏതും കൊടുക്കാം. അതിനകത്ത് നോർമൽ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫോൾട്ട് സൈസ് ആണ് 10 പോയിന്റ്, ഈ ലാർജ് ആണ് 12 പോയിന്റ്, എൽ സ്മോൾ ലെറ്റേഴ്സ് ലാർജ്, അതിൽ എൽ മാത്രം ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 14.4 പോയിന്റ് വരും. അപ്പൊ ഇതാണ് ലോക്കലായിട്ട് നമുക്ക് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡോക്യുമെന്റ് ക്ലാസ് എക്സ്റ്റ് ആർട്ടിക്കിളിന്റെ കൂടെ ഇങ്ങനൊരു പാക്കേജിനെ കുറിച്ച് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് മുന്നിലുള്ള ക്ലാസ്സുകളിൽ. അതിൽ യൂസ് പാക്കേജ് മോർ സൈസ് ഇങ്ങനൊരു പാക്കേജ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ, പ്രിയാമ്പിൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ടൈനി ടു ഹ്യൂജ്, അതിനകത്ത് ഇല്ലാത്ത 2 കമാൻഡ്സ് കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. എസ് സ്മോൾ 6 പോയിന്റ് ആണ് അത് സൈസ് വരിക. അതുപോലെ HUG ഹ്യൂജ് എന്ന് പറയുന്ന എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ 29.86 പോയിന്റ് വരെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ കൊടുക്കേണ്ടതാണ് എക്സ്റ്റ് ആർട്ടിക്കിൾ. ഈ എക്സ്റ്റ് ആർട്ടിക്കിൾ ക്ലാസ്സിനകത്ത് മോർ സൈസ് എന്ന് പറയുന്ന പാക്കേജ് നമ്മൾ ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ യൂസ് പാക്കേജ് കേളി ബ്രേസിനകത്ത് മോർ സൈസ് പാക്കേജിനെ കുറിച്ച് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക്, അതും EXT ആർട്ടിക്കിളിനാണ്, ആർട്ടിക്കിൾ ക്ലാസ്സിലല്ല. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ 2 കമാൻഡ്സ് കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വേറൊരു മെത്തേഡ്, ഈ ലോക്കലി കൊടുക്കുന്ന സെറ്റിംഗ്സ് നമുക്ക് ഏതിനകത്തും കൊടുക്കാവുന്നതാണ്. ആർട്ടിക്കിളിനകത്തും EXT ആർട്ടിക്കിളിനകത്തൊക്കെ ആ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഈ ലോക്കൽ ഫോണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. അതിന് EXT ആർട്ടിക്കിൾ വേണം നിർബന്ധമൊന്നുമില്ല. ആർട്ടിക്കിളിനകത്തും നമുക്ക് ഈ പറയുന്ന ലോക്കൽ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കമാൻഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. വേറൊരു മെത്തേഡ്, അതും ആർട്ടിക്കിൾ ക്ലാസ്സിലും EXT ആർട്ടിക്കിൾ ക്ലാസ്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ്. ഫോണ്ട് സൈസ് സ്പേസ് ഇല്ല അവിടെ, ഫോണ്ട് സൈസ് കണ്ടിന്യൂസ് ആണ്. ഫോണ്ട് സൈസ് കേർലി ബ്രേസിനകത്ത് ഫോണ്ട് സൈസ് എത്രയാണോ വേണ്ട അത്രയും കൊടുക്കുക. വീണ്ടും ഒരു കേർലി ബ്രേസിനകത്ത് ബേസ് ലൈൻ സ്കിപ്പ് കൊടുക്കാം. പിന്നെ വീണ്ടും സെലക്ട് ഫോണ്ട്, ഇത്രയും. ഫോണ്ട് സൈസിനകത്ത് സ്പേസ് ഇല്ല, കണ്ടിന്യൂസ് ആണ്. ഫോണ്ട് സൈസ് കേർലി ബ്രേസിൽ എത്രയാണോ ഫോണ്ട് സൈസ്, അതുപോലെ ബേസ് ലൈൻ സ്കിപ്പ് പറയാം, പിന്നെ സെലക്ട് ഫോണ്ട്, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോക്കലി വീണ്ടും ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാം. ആർട്ടിക്കിളിനകത്തും EXT ആർട്ടിക്കിളിനകത്തൊക്കെ ചേഞ്ച് ചെയ്യാം. ആ ഫോണ്ട് സൈസ് കൊടുക്കുന്നതിന്റെ സെറ്റിംഗ്സ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കമാൻഡ് ഇതിനകത്ത് കൊടുക്കുക എന്നുള്ളത്. ഇതിനകത്ത് ലോക്കലായിട്ട് ഒരു ലാർജ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഫോണ്ട് സൈസ് കമാൻഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യുന്നത്. ഫോണ്ട് സൈസ് ഫസ്റ്റ് കേളി ബ്രേസിനകത്ത് കൊടുത്തു, അടുത്ത കേളി ബ്രേസ് പെയറിനകത്ത് 8 പോയിന്റ് ബേസ് ലൈൻ സ്കിപ്പ് കൊടുത്തു. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് സെലക്ട് ഫോണ്ട് എന്ന് പറയുന്ന കമാൻഡ് കൂടെ ഇത്രയും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സൈസ് ഒക്കെ നമുക്ക് അടുത്തതിനകത്ത് നോക്കാം. വേറെ ഒന്ന് ഇത് കൊടുത്തിട്ടുണ്ട്, 8 to 9 കൊടുത്തിട്ടുണ്ട്, 16 20. ഇവിടെ ഫോണ്ട് സൈസ് 16 ആണ് കൊടുത്തിരിക്കുന്നത്, ബേസ് ലൈൻ സ്കിപ്പ് 20 ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 30 to 36. ഇതെല്ലാം ലോക്കലി അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. ലോക്കലി ഞാൻ ഒരു വേർഡിന് പകരം ഒരു 1-2 സെന്റൻസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാരഗ്രാഫിന് മുഴുവനായിട്ട് കൊടുത്തിരിക്കുക. അതുകൊണ്ട് ഈ കമാൻഡ് ഞാൻ ഒരു കേളി ബ്രേസിന്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ കമാൻഡ് ഇത്രയും ഭാഗത്തിന് മാത്രം അപ്ലിക്കബിൾ ആണ്, അത് പുറത്തല്ല, ലോക്കലി ആണ്. അതും ഈ ഒരു സെന്റൻസസിന് മാത്രമായിട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. തൊട്ട് മുന്നത്തെ സ്ലൈഡിലെ കമാൻഡ്സ് വെച്ചിട്ട് സെയിം സെന്റൻസസ് പല സൈസുകളിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിൽ ആദ്യത്തേത് കൊടുത്തിരിക്കുന്ന ലോക്കലി ചേഞ്ച് ഫോണ്ട് സൈസ് ലോക്കലി എന്നുള്ളതിന് മാത്രം ലാർജ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന മാറ്റം ഇതാണ്. അതുപോലെ പല സൈസ് സെലക്ട് ഫോണ്ട് കമാൻഡ് വെച്ചിട്ടാണ് ബാക്കിയുള്ളത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഫോണ്ട് സൈസ് 6ഉം പിന്നെ ബേസ് ലൈൻ സ്കിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫിലെ 2 അടുത്തടുത്ത ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ശരിക്കും അവയുടെ ബേസ് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, വിച്ച് ആക്ച്വലി ഷോസ് ദി സ്പേസിംഗ് ബിറ്റ്വീൻ 2 ലൈൻസ്. അപ്പോൾ ഫോണ്ട് സൈസ് നമ്മൾ കൊടുത്തു കേളി ബ്രേസസിനകത്ത്. പിന്നെ വീണ്ടും അടുത്ത കേളി ബ്രേസസിനകത്ത് കണ്ടിന്യൂസ് ആണ്, സ്പേസ് ഒന്നുമില്ല, അതിനകത്ത് ബേസ് ലൈൻ സ്കിപ്പ്. അത്രയാണ് 2 അടുത്തടുത്ത ലൈൻസ് തമ്മിൽ സെപ്പറേഷൻ ആവശ്യമായിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇതിനേക്കാളും കൊടുക്കും, ഇല്ലെങ്കിൽ ഇത് ഓവർലാപ്പ് ചെയ്തിട്ട് കാണാം, 2 ലൈനുകൾ ഓവർലാപ്പ് ചെയ്തിട്ടൊക്കെ കാണാം. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോണ്ട് സൈസിനേക്കാളും കുറച്ചു വലിയ ഗ്യാപ്പ് കൊടുക്കും 2 തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അത് അഭംഗിയാവും. പിന്നെ സെലക്ട് ഫോണ്ട് സൈസ് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇത്
ഇത് മുഴുവനായിട്ട് ആ സെന്റൻസസിന് മുഴുവനായിട്ട് പല സൈസുകൾ കൊടുത്തപ്പോൾ തൊട്ട് മുന്നേ ഉള്ള സ്ലൈഡിൽ വെച്ച് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ മെത്തേഡുകളാണ് നമുക്ക് ഫോണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാവുന്നത്.